പ്രശസ്തനായ സംഗീത സംവിധായകനും പിന്നെ പിന്നണി ഗായകനുമായ ശ്രീമാൻ വിദ്യാധരൻ മാഷിനൊപ്പം എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിനുപരി തന്നെ പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ അവാർഡ് മേടിക്കാനും ഇടയുണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷവും പിന്നെ വളരെ എക്സൈറ്റഡും ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. പുള്ളിയുടെ ഒപ്പം തന്നെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ശ്രീമതി അംബിക മോഹൻ, നമ്മുടെ സിനിമയും സീരിയൽ നടിയും ആയിരുന്നേ. അവരുടെ വേഴ്സറ്റൈലിറ്റി തെളിയിച്ച ഒരു നടിയും കൂടെയാണ് അവർ. മീശ മാധവൻ മൂവിയിലൂടെ ശരിക്കും പറഞ്ഞ ശ്രദ്ധ നേടിയ ഒരു നടിയും കൂടെ ആണ് അവർ. അപ്പോൾ അവരുടെ റെസിലിയൻസ് പറഞ്ഞ ഒരു കഥാപാത്രവും കൂടെയായിരുന്നു ആ ഒരു ഭാര്യയുടെ കഥാപാത്രം അവർ ചെയ്തത്. അതും കഴിഞ്ഞ ആഴ്ച പൂക്കളം മത്സരത്തിന് പങ്കെടുത്ത് കിട്ടിയ 3ാം അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ അവസരമൊരുക്കിയത്. അതുപോലെ തന്നെ പുള്ളിയുടെ മനോഹരമായ പ്രസംഗം, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യയിലും സംഘടന ഓണാഘോഷം നടത്തുന്ന നിങ്ങളുടെ ഈ സമിതി ഇത്ര മനോഹരമായി സ്നേഹിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് അതിലൊരു ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഓണത്തെ എല്ലാവരും കൂടി നടത്തുന്നൊരവസ്ഥ അത് കണ്ടാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടുള്ളത് അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. ഇതൊക്കെ ജനങ്ങളെ അറിയേണ്ടത്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ശ്രീമതി അംബിക മോഹൻ്റെ ഒപ്പം ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റിയതും. പിന്നെ അവരുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പോയിൻറ്റിങ് ഔട്ട് ദ ഫാക്ട് ദാറ്റ് ഹൗ ഇൻ കേരള ഓണം ഫെസ്റ്റിവൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ് ടു വാച്ചിങ് TV ഷോസ് അല്ലെങ്കിൽ മൂവീസ് അല്ലെങ്കിൽ ഓണസദ്യ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ജോലി തിരക്ക് കാരണം ഇപ്പോൾ എങ്ങനെയാണ് അവരെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെവിലി. എന്നാൽ അതിനേക്കാളും നന്നായിട്ട് ഒരു പക്ഷേ പ്രവാസികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ലാൻഡിനെയും അവരവരുടെ കൾച്ചറിനെയും മിസ് ചെയ്യുന്നുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യ കഴിക്കുന്നു, കഴിക്കുന്നു, TV കാണുന്നു, കിടന്നുറങ്ങുന്നു. എപ്പോഴെങ്കിലും ഒരു സിനിമയ്ക്ക് വാങ്ങിലായി. പക്ഷെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എനിക്ക് തോന്നുന്നു അവിടെയുള്ള കുഞ്ഞുമക്കളൊക്കെ ഓണം എന്താണെന്നൊന്നും ശരിക്കും അറിയുന്നില്ല. പക്ഷെ അതൊക്കെ അറിയുന്നത് പ്രവാസി മലയാളി കുട്ടികളാണ്. അവരാണ് ഭാഗ്യവാന്മാർ. അവാർഡ് ദാന ചടങ്ങിന് ശേഷം പിന്നെ മനോഹരമായ സ്കിറ്റ്, അത് ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെ. ഏതൊരു സെഗ്മെന്റ് തുടങ്ങുമ്പോഴും അതിനു മുമ്പ് ഒരു സ്കിറ്റ്. ആ സ്കിറ്റിനകത്ത് പ്രധാന അഭിനേതാക്കൾ എന്ന് പറയുന്നത് എന്റെ റിലേറ്റീവായ അഭിലാഷ് മാമനും. പുള്ളി തന്നെയാണ് ഇതിന്റെ കഥയും സംവിധാനവും എല്ലാം ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സ്, ആ ടീം മെമ്പേഴ്സ്, ഞങ്ങളുടെ പൂക്കളത്തില് മത്സരിച്ച ടീം മെമ്പേഴ്സ് തന്നെ അതിനകത്ത് അഭിനേതാക്കളായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റിയൽ ലൈഫ് ടോപ്പിക് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞത് ആർട്ടിസ്റ്റിക്കലി പ്രസന്റ് ചെയ്തത് ഇങ്ങനെ കൾച്ചറൽ ഡാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ കൾച്ചറൽ ഡാൻസസിലൂടെയാണ്. അതിനകത്ത് തെയ്യം ഉണ്ടായിരുന്നു. തെയ്യം എന്ന് പറഞ്ഞാൽ വളരെ ഗൂസ് ബം തന്ന ഒരു പെർഫോമൻസും കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞു. അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിനി വരുമ്പോ അതിന്റെ സെഗ്മെന്റ് കാണുമ്പോൾ മനസ്സിലാവും അത് എത്ര മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ അതർ കൾച്ചറൽ ഡാൻസസ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിന്റെ പേര് അറിയാത്തോണ്ട് തന്നെ ഞാനത് തൽക്കാലം ഇവിടെ പറയുന്നില്ല. അതില് തിരുവാതിര കളി, അതൊക്കെ മനോഹരമായിട്ട് അവർ ചെയ്തിരുന്നു. ശരിക്കും നമ്മൾ കേരളത്തിലോട്ട് പോയ ഒരു ഫീൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ തെയ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത, അത് ശരിക്കും പറഞ്ഞാൽ ആ ഡാൻസ് വളരെ ഗോസ് ബംസ് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസും കൂടിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വഴിയെ ഇനി ഇതിന്റെ ക്ലിപ്സ് കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ എന്തായിരുന്നു പ്രത്യേകത എന്നുള്ളത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ അവാർഡ് ദാന ചടങ്ങിന് ശേഷം ഉണ്ടായിരുന്ന ആദ്യത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു എവിടെയും കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഉറപ്പ് പോലെ എനിക്ക് തോന്നുന്നത് അത് ഇവർ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിൽ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സോങ് ആയിരുന്നു. അതിനകത്ത് ഇവരെല്ലാം നന്നായിട്ട് പാടി എല്ലാം എൻജോയ് ചെയ്യാനും പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ തെയ്യത്തിന്റെ പ്രത്യേകത ഇതാണ്.
ലൈറ്റിന്റെ എഫക്റ്റ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇവരിട്ടേക്കുന്ന വസ്ത്രത്തിന്റെ കളറ് അതുപോലെ തന്നെ മേക്കപ്പിന്റെ കളറൊക്കെ മാറുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം അത് VFXന്റെ മിടുക്കം കൊണ്ടാണെന്നുള്ളത്. പക്ഷെ ഇത് ലൈവായിട്ട് നമ്മൾ പെർഫോമൻസ് കാണുമ്പോൾ ഇത് നമ്മളത് കാണുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അതിശയമായിരുന്നു.